നമുക്ക് നേരത്തെ കണ്ട സർക്യൂട്ടുമായിട്ട് സാദൃശ്യമുള്ള മറ്റൊരു സർക്യൂട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്കൊരു അൾട്രാസോണിക് സെൻസർ ഉണ്ട്, ഒരു LCD ഡിസ്പ്ലേ ഉണ്ട്. നമ്മൾ മുമ്പേ തന്നെ പറഞ്ഞു അൾട്രാസോണിക് സെൻസർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അൾട്രാസോണിക് സെൻസർ ചെയ്യുന്ന ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ജനറേറ്റ് ചെയ്യും. ആ സിഗ്നൽ പോയി ആ ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് തിരിച്ച് വന്ന് അതിൻ്റെ എക്കോപ്പിനി വന്ന് നമ്മൾ കിട്ടും. എന്നിട്ട് അതനുസരിച്ച് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക ചെയ്യുന്നത്. ആ പോയിട്ട് തിരിച്ച് വരാനുണ്ടെങ്കിൽ ആ ടൈം വെച്ച് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക ചെയ്യുന്നത്. ഇനി നമ്മൾ അങ്ങനെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ അടുത്ത് വരുമ്പോൾ LED കത്തുന്നതും ദൂരെ പോകുമ്പോൾ ഗ്രീൻ LED കത്തുന്നതും ഒക്കെ ബസറുടെ സൗണ്ട് വരുന്നതൊക്കെ സർക്യൂട്ട് നമ്മൾ ചെയ്തിരുന്നു. ഇനി നമുക്ക് ഈ ഇൻഡിക്കേറ്റ് ചെയ്താൽ മാത്രം പോരാലോ. ചില ആപ്ലിക്കേഷനുകളിൽ നമുക്ക് ആ ലെങ്ത് എത്ര ഡിസ്റ്റൻസിലായാലും നമുക്കത് മെഷർ ചെയ്യേണ്ടത്, നമുക്ക് അളവ് വേണ്ടത് നമുക്ക് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ആ ഡിസ്റ്റൻസ് നമ്മുടെ LCD ഡിസ്പ്ലേയിൽ നമുക്ക് കാണിക്കുന്ന രീതിയിൽ, അതായത് LCD ഡിസ്പ്ലേ ഷോ ചെയ്ത രീതിയിലുള്ള സർക്യൂട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ പൊട്ടൻഷ്യോമീറ്ററും അൾട്രാസോണിക് സെൻസറും LCD ഡിസ്പ്ലേയും പിന്നെ നമ്മൾ അഡിനും ജെംവയേഴ്സൊക്കെ ഉള്ളത്. അതുപോലെ LCD ഡിസ്പ്ലേയുടെ കണക്ഷൻ ഞങ്ങൾ വേറെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തത് കണ്ടു നോക്കുക. അപ്പോൾ LCD ഡിസ്പ്ലേയുടെ കണക്ഷൻ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് USB കണക്ട് ചെയ്ത് ഔട്ട്പുട്ട് എങ്ങനെ റൺ ചെയ്ത് നോക്കാം. നമ്മളത് കറക്റ്റായിട്ട് നോക്കാൻ വേണ്ടി സ്കെയിൽ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ, ഔട്ട്പുട്ട് കാണാൻ വേണ്ടി. അതായത് നമ്മൾ സ്കെയിലിൽ വെച്ച് കറക്റ്റ് ലെങ്ത് ആണോ LCDയിൽ കാണിക്കുന്നത്, നമ്മൾ സർക്യൂട്ട് കറക്റ്റാണോ കാണിക്കുന്നത് അറിയാൻ വേണ്ടിയേ. നമ്മളിപ്പോൾ കോഡ് ഇതാണ് നമ്മുടെ കോഡ്. നമ്മൾ മറ്റേത്തിൽ സെയിം ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഡിലേ 500 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നേരത്തെ നമ്മൾ ഡിസ്റ്റൻസ് കാണാൻ ഉപയോഗിക്കുന്ന സെയിം ഇക്വേഷൻ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഡ്യൂറേഷൻ ഇൻറ്റു 0.034 ഡിവൈഡ് ബൈ 2 വരുന്നത് എന്താ, നമ്മുടെ സൗണ്ട് സിഗ്നൽ രണ്ട് സൈഡിലേക്ക് പോകുന്നത്. രണ്ട് സൈഡിലേക്ക് സെയിം ഡിസ്റ്റൻസിലാണോ പോകുന്നത്, നമുക്കൊരു ഡിസ്റ്റൻസ് മതിയല്ലോ. അതുകൊണ്ട് നമ്മൾ 2 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ സെൻസർ എങ്ങനെയാണ് സെൻസ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഫോൺ ഇപ്പോൾ ഒരു 15 സെൻറ്റിമീറ്ററിലാണ് ഇരിക്കുന്നത് നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ ഫോൺ സെൻസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് നമുക്ക് LCD ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. കണ്ടോ, 15.71 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഫോണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മുടെ അൾട്രാസോണിക് സെൻസർ നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് LCD ഡിസ്പ്ലേയിൽ കാണിക്കുക ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേറെ ഒരു സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ ചാനലിലിട്ടുണ്ട്, കാണാതെ കണ്ടു നോക്കണം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.